വയനാട് പുനരധിവാസത്തിൽ ഇരു സർക്കാരുകളും കാണിച്ചത് കുറ്റകരമായ അനാസ്ഥ. 2 വർഷം കഴിയുമ്പോഴും പുനരധിവാസം എങ്ങും എത്തിയില്ല. വയനാട്ടിലെ ജനങ്ങളെ ഇടത് വലത് സർക്കാരുകൾ വഞ്ചിച്ചുവെന്ന് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ പറഞ്ഞു. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ മറ്റൊരു റിപ്പോർട്ട് കാണാം. വയനാട്ടിലെ ആ മഹാദുരന്തമുണ്ടായിട്ട് 2 വർഷം പിന്നിടുകയാണ്. നിരവധി കുടുംബങ്ങളുടെ ജീവിതം തകർത്ത് ഒരുപാട് ജീവനുകൾ കവർന്നെടുത്ത ആ മഹാദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ഈ നാടൊന്നാകെ ഇതുവരെയും വിട്ടുമാറിയില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പുനരധിവാസം തന്നെയാണ്. അതോടൊപ്പം തന്നെ അതിജീവനം തന്നെയാണ്. ഇതുവരെയും കൃത്യമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വലിയ പരാതി കൂടിയുണ്ട്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ നമുക്കൊപ്പം ചേരുകയാണ്. ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ നാട് കടന്നു പോകുന്നത്. ഈ പുനരധിവാസം എന്നത് ഇപ്പോഴും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വലിയ വെല്ലുവിളിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയല്ലേ? തീർച്ചയായിട്ടും അവിടെയുള്ള ഈ ദുരന്ത ബാധിതർ അവർ അനുഭവിക്കുന്ന ദുരന്തം, ഇപ്പോൾ ആ ദുരന്തത്തിൽ അന്ന് കുറേ ആളുകൾ മരണപ്പെട്ടു പോയി. മരണപ്പെട്ടതിനപ്പുറത്ത് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. അവരുടെ നിസ്സഹായ അവസ്ഥ ഈ 2 വർഷത്തിന് ശേഷവും നമ്മളത് കാണേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. പലതവണ ആവർത്തിച്ച് സംസ്ഥാന സർക്കാരുകളോട് നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇപ്പോഴും അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ 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 പ്രയാസപ്പെടുകയാണ് ഒരു കാര്യം. രണ്ടാമത് അവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ഷെൽട്ടർ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആണ് വസ്തുത. ഒരു 198 ആളുകളെ നറുക്കെടുപ്പിലൂടെ കുറച്ച് വീടുകൾ കൊടുത്തു, അതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പിന്നിൽ തന്നെ നമുക്കറിയാം 1.5 വർഷക്കാലം അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ. എന്നാൽ ഈ 198 ആളുകളല്ലല്ലോ വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾ. ഈ അവിടെ പൂർണ്ണമായിട്ട് വാഷ് ഔട്ട് ആയിട്ടുള്ള ആളുകൾ 1000-ലധികം ആളുകളെയാണ്. അപ്പോൾ അവരെയെല്ലാം ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ശ്രമം ആദ്യമേ നടത്തി. 40ഓളം ആളുകൾ ഇപ്പോഴും താമസിക്കുകയാണ്. ഒരു തീപ്പെട്ടിയോ ഒരു മണ്ണെണ്ണയോ പോലും കിട്ടാത്തൊരു നാട്ടിൽ ഇപ്പോഴും താമസിക്കുന്നത് ആരുടെ കുഴപ്പമാണ്? ഈ സർക്കാരുകളുടെ അനാസ്ഥയാണ്. ഇവിടെ സർക്കാരുകൾ എന്ന് പറയുന്നത് ടി സിദ്ദീഖ് ഇവിടെ തുടർച്ചയായിട്ട് MLA ആയിട്ടുള്ള ആളാണ്. കഴിഞ്ഞ ദുരന്തം നടക്കുമ്പോഴും സിദ്ദീഖാണ് MLA, ഇപ്പോഴും സിദ്ദീഖാണ് MLAയും അതോടൊപ്പം മന്ത്രി കൂടിയാണ്. ദുരന്തം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലാ കളക്ടർ തന്നെയാണ് ഇപ്പോഴും ജില്ലാ കളക്ടർ. സർക്കാർ മാറിയെങ്കിലും ജില്ലാ കളക്ടർ മാറിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സംവിധാനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഇവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് വസ്തുത. അതിൽ ഇടതുപക്ഷവും കണക്കാണ്, ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ള സർക്കാരും ടി സിദ്ദീഖ് അടക്കമുള്ള സർക്കാരും കണക്കാണ്. ഇവിടുത്തെ വിക്ടിമായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ദുരന്ത ബാധിതർക്ക് ഒരു തരത്തിലുള്ള നീതിയും കിട്ടിയിട്ടില്ല. കേന്ദ്ര സർക്കാർ അന്ന് കുറേ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു, അത് പൂർണ്ണമായും വയനാട്ടിൽ നടപ്പാക്കി. എങ്ങനെ ഒരു ആരോപണം ഈ മറ്റ് മുന്നണികൾ ആരോപിക്കുന്നുണ്ട്? നിരന്തരം കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി തലയൂരാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കുകയാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഞാൻ ഡേറ്റ് അടക്കം ഞാൻ പറഞ്ഞു തരാം. ഒരു ദുരന്തം നടക്കുമ്പോൾ ആദ്യം നടത്തേണ്ടുന്ന അവിടെ രക്ഷാപ്രവർത്തനമാണ്. രക്ഷാപ്രവർത്തനം ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ കുറേ സംവിധാനങ്ങളുണ്ടായി. പക്ഷേ നേവിയുടെ 4 ഹെലികോപ്റ്റർ, വ്യോമസേനയുടെ 2 ഹെലികോപ്റ്റർ, ബെയിലി പാലം പണിതത്, ഇങ്ങനെ തുടങ്ങി അവിടെ വേണ്ട രക്ഷാപ്രവർത്തനമൊക്കെ കേന്ദ്ര സർക്കാർ പട്ടപ്പട്ടയെന്ന് പറഞ്ഞ് നടത്തിയിട്ടുണ്ടുമാണ്. പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് കൊടുക്കേണ്ടുന്ന 145 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ SDR ഫണ്ടിലേക്ക് ഉടനെ തന്നെ ഓഗസ്റ്റ് മാസം 10-ാം തീയതി കൊടുത്തു. ഓഗസ്റ്റ് മാസം ജൂലൈ 30-ന് ദുരന്തം നടക്കുന്നു. ഓഗസ്റ്റ് മാസം 10-ാം തീയതി 145 കോടി കൊടുക്കുന്നു. ഒക്ടോബർ മാസം 10-ാം തീയതി വീണ്ടും 145 കോടി SDRFിലേക്ക് കൊടുക്കും. അപ്പോൾ ഇവർ പറയുന്നത് SDRFിലെ പണം അങ്ങനെ വയനാട്ടിലേക്ക് എടുക്കാനുള്ള, പിന്നെ എവിടേക്ക് എടുക്കാനുള്ളതാണ്. അപ്പോൾ അതൊരു ന്യായം പറഞ്ഞ് ആ ഗുണഭോക്താക്കൾക്ക് അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തി. PDNA റിപ്പോർട്ട് വേഗം കൊടുക്കാൻ പറഞ്ഞു. PDNA റിപ്പോർട്ട് വലിപ്പിച്ച് 2024 നവംബർ മാസം 13-ാം തീയതിയാണ് കൊടുത്തത്. അത് തന്നെയാണ് എന്തായാലും പുനരധിവാസം തന്നെയാണ് ആ വലിയ ചർച്ചയായി നിൽക്കുന്നത്. എന്തായാലും ഇവിടെ താമസിക്കുന്ന ആളുകളുടെ ജീവിതം അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും പ്രശ്നങ്ങൾക്ക് അടിയന്തരമായ ഒരു ഇടപെടൽ, അടിയന്തരമായൊരു പരിഹാരം തന്നെയാണ് ഇവിടെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ക്യാമറാമാൻ സന്തോഷ് കാവലങ്ങാടിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, വയനാട്.